ഗായ്സ്, രാവിലെ എണീച്ച് വരുമ്പോ തന്നെ വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മനെ കണ്ടിട്ടാണ് നമ്മൾ എണീച്ച് വന്നത് കേട്ടോ. വല്യമ്മ വന്നപ്പോ എപ്പോഴത്തേം പോലെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. എപ്പോഴും കാണുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും, കാരണം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ഇഷ്ടത്തിനനുസരിച്ചാണ് വല്യമ്മൊക്കെ മേടിച്ച് കൊണ്ടുവരല്. പിന്നെ സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ അതാ ഓരോരുത്തരും കുളിച്ച് ഉമ്മ എല്ലാവരും തലയൊക്കെ തോർത്തി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഞാൻ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോടെ തകർത്തിയായിട്ട് അടുക്കളയിൽ പണിയിലായിരുന്നു. നമുക്ക് ലഞ്ച് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ചോറ്, ചമ്മന്തി, മുട്ട പൊരിച്ചതായിരുന്നു. കാരണം ഒന്ന് രണ്ട് പേർക്ക് നോമ്പുണ്ടായിരുന്നു. നോമ്പില്ലാത്തവർക്കാണ് അങ്ങനത്തെ ഒരു ലഘുവായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയത്. ഉമ്മ അതിന്റെ ഇടയിൽ നോമ്പിന്റെ പണിയും ചെയ്യണുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അപൂർവം കാണുന്ന രംഗങ്ങളാണ് ഗൈസ്. പിന്നെ സാധനം ഒരുങ്ങണത് ആൾക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു, ഒരു പ്രമോഷന്റെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞുമ്മാന്റെ വീട്ടിൽ പോയി. കാരണം സാരി എടുത്തിട്ട് ഞങ്ങൾക്ക് ആർക്കും സാരി ഉടുപ്പിച്ചു കൊടുക്കാൻ അറിയില്ല, കുഞ്ഞുമാക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ കുഞ്ഞുമ്മാന്റെ അവിടെ പോയി. പോണേന്റെ മുന്നേ നമുക്ക് ATM പോയി പൈസ ഒക്കെ എടുത്തിട്ടാണായിരുന്നു പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുഞ്ഞുമ്മാന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞുമ്മേനെ അവൾക്ക് സാരി ഒക്കെ ഉടുപ്പിച്ചു കൊടുത്തത് കേട്ടാ. അപ്പൊ വെയിലൊക്കെ പോണതിന് മുന്നേ അമ്മ വേഗം ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു സാരി എടുത്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ഇടയിൽ ആദ്യക്കുട്ടൻ വല്യമ്മാന്റെ ഒപ്പം പോയിട്ട് ഈ പ്ലെയിൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ ഇഷ്ടം, പ്ലെയിന്, JCB, കാർ, അങ്ങനത്തെ ഒക്കെ. അതേ വീട്ടിലെത്തിയപ്പോ നമുക്ക് നോമ്പ് തുറക്കാന് തണ്ണിമത്തൻ, പേരയ്ക്ക, ആപ്പിള്, മുട്ട പുഴുങ്ങിയത്, പിന്നെ വെള്ളയപ്പം, ചിക്കൻ കറി, പാൽ ചായ, പിന്നെ ഈ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ നമ്മൾ ഈ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ രാത്രി ആയപ്പോ ബ്ലാസ്റ്റ് സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ.